ടെക്നോളജി എന്നാൽ വലിയ സിറ്റികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണെന്ന ധാരണ നമുക്കിടയിലുണ്ട്. പക്ഷേ ഇന്ന് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ ഒരു നിശബ്ദ വിപ്ലവം നടക്കുകയാണ്. ഇത് ഗ്ലാസ് കെട്ടിടങ്ങളുടെ കഥയല്ല, മറിച്ച് നമ്മുടെ തൊട്ടടുത്തുള്ള ചെറിയ പട്ടണങ്ങളിൽ വിരിഞ്ഞ വലിയ സ്വപ്നങ്ങളുടെ കഥയാണ്. ഈ മാറ്റത്തിൻ്റെ ഒന്നാമത്തെ വിത്ത് വിതച്ചത് വിദ്യാഭ്യാസമാണ്. ഇന്നൊരു ഗ്രാമത്തിലെ കുട്ടിക്ക് ലോകോത്തരമായ കോഴ്സുകൾ ഓൺലൈനായി പഠിക്കാൻ സാധിക്കുന്നു. സ്മാർട്ട് ഫോണും ഇൻ്റർനെറ്റും ഇന്ന് അറിവിൻ്റെ ജനാധിപത്യവൽക്കരണം നടത്തിയിരിക്കുന്നു. IITയിലോ വിദേശത്തോ ഉള്ള പ്രൊഫസർമാരുടെ ക്ലാസ്സുകൾ ഇന്ന് നമ്മുടെ നാട്ടിലെ വീടിനുള്ളിൽ ഇരുന്നു കൊണ്ട് തന്നെ കാണാം. ടെക്നോളജി ഗ്രാമങ്ങളെ കേവലം ഉപഭോക്താക്കളിൽ നിന്ന് സൃഷ്ടാക്കളാക്കി മാറ്റിയിരിക്കുന്നു. യഥാർത്ഥ ഗ്ലോബലൈസേഷൻ. മറ്റൊരു പ്രധാന മാറ്റം റിവേഴ്സ് മൈഗ്രേഷനാണ്. മുൻപ് നല്ലൊരു ജോലി കിട്ടാൻ നഗരങ്ങളിലേക്ക് ഓടണമായിരുന്നു. എന്നാൽ ഇന്ന് പല പ്രൊഫഷണലുകളും മെട്രോ നഗരങ്ങളിലെ തിരക്ക് ഉപേക്ഷിച്ച് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരികയാണ്. കൊറോണയ്ക്ക് ശേഷം ഗണ്യമായി വർദ്ധിച്ച ഈ പ്രവണത ഗ്രാമങ്ങളിൽ പുതിയൊരു സ്റ്റാർട്ടപ്പുകൾക്കും ഇന്നൊവേഷനും വഴി തുറക്കുകയാണ്. നാട്ടിലെ സൗകര്യങ്ങളിലിരുന്ന് ഗ്ലോബൽ ക്ലയൻറ്റുകൾക്ക് വേണ്ടി അവർ പണിയെടുക്കുന്നു. കേരളത്തിൻ്റെ ടെക് ഭൂപടം നോക്കിയാൽ നമുക്കിത് വ്യക്തമാകും. തിരുവനന്തപുരവും കൊച്ചിയും കഴിഞ്ഞാൽ ഇന്ന് IT തരംഗം ഗ്രാമങ്ങളിലേക്ക് പടരുകയാണ്. തൃശ്ശൂരുള്ള കൊരട്ടി ഇൻഫോ പാർക്ക്, ഒരു ചെറു പട്ടണത്തിൽ ഇത്രയധികം കമ്പനികൾ വിജയകരമായി പ്രവർത്തിക്കുന്നത് വിസ്മയകരമാണ്. കൊല്ലം കുണ്ടറ ടെക്നോ പാർക്ക്, കൊല്ലത്തെ അഷ്ടമുടിക്കായലിൻ്റെ ശീതളിമയിൽ ജീവിച്ചുകൊണ്ട് ലോകോത്തര സോഫ്റ്റ്വെയറുകൾ ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. ചേർത്തല ഇൻഫോ പാർക്ക്, ആലപ്പുഴയിലെ ഈ ഗ്രാമീണ അന്തരീക്ഷം ഇന്ന് IT പ്രൊഫഷണലുകളുടെ പ്രിയപ്പെട്ട ഇടമാണ്. ഇത് കൂടാതെ ടാൽഡ്രോപ്പ് വില്ലേജ് പാർക്സ് പോലുള്ള സ്വകാര്യ സംരംഭങ്ങളും ഇന്ന് സജീവമാണ്. ജോലി ചെയ്യാൻ വലിയ നഗരങ്ങളുടെ ട്രാഫിക്കിൽ കുടുങ്ങേണ്ടതില്ല എന്ന തിരിച്ചറിവും ശുദ്ധമായ വായുവും വിഷരഹിത ഭക്ഷണവും ഇത്തരം വില്ലേജ് പാർക്കുകളുടെ വിജയങ്ങൾക്ക് കാരണമാകുന്നു. ഇതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് സോഹോ കൊട്ടാരക്കരയിൽ ആരംഭിച്ച AI സെൻറ്റർ. ഒരു സോഫ്റ്റ്വെയർ വമ്പൻ കൊട്ടാരക്കര പോലെ ഒരു പട്ടണം തിരഞ്ഞെടുത്തത് വെറുതെയല്ല. ഇന്നൊവേറ്റ് ചെയ്യാൻ മൈഗ്രേറ്റ് ചെയ്യേണ്ട എന്ന സന്ദേശമാണ് ഇവർ നൽകുന്നത്. ഇത് കൊട്ടാരക്കരയുടെ മാത്രം മാറ്റമല്ല, വരാനിരിക്കുന്ന വലിയൊരു കുതിച്ചുചാട്ടത്തിൻ്റെ അടയാളമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഗ്രാമങ്ങൾ ഇന്ന് ആഗോള ടെക് ലോകത്തിൻ്റെ ഭാഗമാകുകയാണ്. കൂടുതൽ സ്റ്റാർട്ടപ്പുകൾ ഗ്രാമങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നു. കൂടുതൽ യുവാക്കൾ സ്വന്തം നാട്ടിൽ ജോലി കണ്ടെത്തുന്നു. ഈ മാറ്റം നിങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു?